ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ബംഗളൂരു FC വിജയത്തോടെ തങ്ങളുടെ ISLന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയാണ് അവർ പരാജയപ്പെടുത്തിയത്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പരിശീലകൻ തോമസ് സോർസ് ആണ് ഇപ്പോൾ ഡൽഹിയുടെ പരിശീലകൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആക്രമണ ഫുട്ബോൾ തന്നെയാണ് ആദ്യം മുതൽ ബംഗളൂരു കളിച്ചത്. റയാൻ വില്യംസ് ഒക്കെ മുന്നേറ്റ നിരയിൽ മികച്ച രീതിയിൽ കളിച്ചു. എന്നാൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ ഗോൾ കീപ്പർ വിശാൽ യാദവിനെ പലപ്പോഴും കീഴ്പ്പെടുത്താൻ അവർക്കായില്ല. മികച്ച സേവുകളുമായിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ കളിയിൽ നിറഞ്ഞു നിന്നു. നിരന്തരം ആക്രമണങ്ങൾക്കൊടുവിൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് ബംഗളൂരു ആദ്യത്തെ ഗോൾ നേടുന്നത്. ശിവശക്തി നാരായണനാണ് ആദ്യത്തെ ഗോൾ നേടിയത്. രണ്ടാം പകുതിയിലും സമർത്ഥമായി ബംഗളൂരുവിനെ തടഞ്ഞു നിർത്താൻ ഡൽഹിക്കായി. മുൻരണ്ട് ആക്രമണങ്ങളിലൂടെയൊക്കെ മറുപടി നൽകാൻ ഡൽഹി ശ്രമിച്ചെങ്കിലും ഗോൾ മാത്രം വന്നില്ല. അങ്ങനെ കളി തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ്, അതായത് 94ാമത്തെ മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോള് ബംഗളൂരു അടിക്കുന്നത്. പകരക്കാരനായിട്ട് ഇറങ്ങിയ സുനിൽ ഛേത്രിയുടെ വകയായിട്ടിരുന്നു ഗോള്. ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ കിട്ടിയ ബോൾ സുനിൽ ഛേത്രി ഒരു ലോങ് റേഞ്ചർ ഷോട്ടിലൂടെ ഗോളിയെയും കബളിപ്പിച്ചുകൊണ്ട് അടിച്ചു കയറ്റുകയായിരുന്നു. മത്സരത്തിൽ 54% ബോൾ പൊസിഷൻ ബംഗളൂരുവിനും 46% ഡൽഹിക്കുമായിരുന്നു. 8 ഷോട്ടുകളാണ് ബംഗളൂരു അടിച്ചത്, ഡൽഹി 2 ഓൺ ടാർഗറ്റിലേക്ക് ബംഗളൂരുവിന്റെ 5 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയുടെ ഒരേ ഒരു ഷോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഗുർപ്രീത് സിംഗ് സന്ധു രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 3 പോയിന്റ് ബംഗളൂരു FCക്ക് ഈ മത്സരത്തിലൂടെ കിട്ടി.